നടന്നു പോയി, സംഭവിച്ചു, ഇറങ്ങി വന്ന് അതിന് തിരിച്ച് അവൾ കയറിപ്പോയാലും അവരെ മനസ്സിലതുണ്ടായിരിക്കും, ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാം ശരിയാവും എന്ന് വിചാരിച്ച് മുന്നോട്ട് പോവുക. പക്ഷെ നിങ്ങൾ ഒളിച്ചോടുന്നതിന് മുമ്പ് ചിന്തിക്കാറുണ്ടല്ലോ ഈ കാര്യം. ചിന്തിക്കാമായിരുന്നു, പക്ഷേ വീട്ടിലെ സാഹചര്യങ്ങൾ അങ്ങനെ ആണ്, കുറച്ച് പുറത്ത് പറയാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് ഇറങ്ങി വന്നു. ഇപ്പോ ജാതി മതം ആണ് എല്ലായിടത്തും കൂടുതൽ പ്രശ്നമായിട്ട് വരുന്നത്, മാരേജിലായാലും അല്ലെങ്കിൽ ലവ് സ്റ്റോറീസിലായാലും. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? എൻ്റെ കാര്യത്തിൽ ജാതി മതം, ഞാൻ റീൽസ് ഇടുന്നില്ലേ, ഇതാണ് മെയിൻ പ്രശ്നം. തെറി പറയുന്നത് ഇങ്ങനെ MDMA കഞ്ചാവ് ഇതുപോലത്തെ സാധനങ്ങൾ യൂസ് ചെയ്താലേ ഇങ്ങനെ തെറി പറഞ്ഞ് റീൽസ് ഇടാൻ പറ്റൂ അങ്ങനെ എന്നാണ് നാട്ടുകാരും ഇതൊക്കെ പറയുന്നത്. അതാണ് എനിക്കായിട്ടുള്ള പ്രശ്നം. അപ്പം ജാതി എൻ്റെ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമാണോ? അല്ലല്ലോ, ഒരു പ്രശ്നം കാശ് ഒരു പ്രശ്നമായിരുന്നില്ല, അത് ഞാനായതുകൊണ്ട് അത് പ്രശ്നമായി. ഇവനായതുകൊണ്ട് മാത്രമാണ് അത് പ്രശ്നമായത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നോക്കാൻ പറ്റുന്നവര്. ആദ്യമായിട്ട് നിങ്ങളുടെ കാര്യം വീട്ടിൽ അറിഞ്ഞത് എങ്ങനെയായിരുന്നു? ആദ്യമായിട്ട് മെസ്സേജ് അയച്ച്, ഞാൻ മെസ്സേജ് അയച്ച് കണ്ടിട്ട്. ആരാ കണ്ടേ? അമ്മ മെസ്സേജ് കണ്ടു. മെസ്സേജ് എന്താണ് വിളിച്ചിട്ട കൊറേ പ്രാവശ്യം പിടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് വീട്ടിൽ കൊറേ പ്രാവശ്യം പിടിച്ചിട്ടുണ്ട്. ഫോണൊക്കെ മാറ്റി വെച്ച് പിന്നെ ഞാൻ ഒരെണ്ണം മേടിച്ചു കൊടുത്തത്, അത് വീണ്ടും ലാസ്റ്റ് ഇവനൊരെണ്ണം മേടിച്ചു തന്നു, അത് പൊട്ടി കഴിഞ്ഞപ്പോൾ ഭയങ്കര പ്രശ്നമായി. നിന്നോട് പറഞ്ഞിട്ടില്ലേ അവനോട് മിണ്ടരുതെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു. സോനയ്ക്ക് സിബ്ലിങ്സ് ആരുമില്ലേ, സഹോദരങ്ങള്? ആരാ? എനിക്കൊരു അനിയനുണ്ട്. അപ്പോൾ ഈ ഇറങ്ങി വരുന്ന സമയത്ത് അനിയന്റെ കാര്യം ആലോചിച്ചില്ലേ? ഓൻ സ്കൂളിൽ പോകാനുള്ളതാണ്, അല്ലെങ്കിൽ ഫ്രണ്ട്സ് എന്തെങ്കിലും പറയും, അങ്ങനെയൊക്കെ ചിന്തിച്ചുകൂടെയായിരുന്നോ? അപ്പോൾ അതൊന്നും, അപ്പം ഞാൻ എന്താ അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒന്നും ആലോചിച്ചില്ല. വീട്ടിൽ പിന്നെ പുറത്ത് പറയാൻ പറ്റാത്ത വേറെ കുറെ കാര്യങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ടും കൂടിയാണ് ഇറങ്ങി വന്നത്. അതെല്ലാം പുറത്ത് അങ്ങനെ പറയാൻ പറ്റത്തില്ല, അതാണ് പറയാൻ പറ്റാത്ത കുറെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇറങ്ങി വന്നത്. ഏതെങ്കിലും ഒരു സാഹചര്യം തെറ്റാണെന്ന് തോന്നിയാലോ സോനയ്ക്ക്? തെറ്റാണെന്ന് തോന്നിയിട്ടില്ല. ഇനി പോകെ പോകെ തോന്നിയാലോ? തോന്നില്ല എന്ന് ഉറപ്പാണ്. ഒരു 6-7 മാസം കഴിഞ്ഞിട്ടും ഇത് തന്നെ നിങ്ങൾ പറയും, ഉറപ്പല്ലേ? അപ്പൊ വീണ്ടും ഈ വീഡിയോ എടുത്ത് നിങ്ങൾ കാണണം. 10 മാസം കഴിഞ്ഞ, അല്ല 10 ഈ 10-12 മാസം കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ നിൽക്കും. പിന്നെ ഇല്ലാട്ടോ, അപ്പൊ വിശ്വസിക്കില്ല എല്ലാരും. കമന്റ് ബോക്സിൽ എന്ന് പറയുന്നത് 2 മാസം 3 മാസം കഴിഞ്ഞാൽ ഇപ്പൊ കാണുന്ന ഈ സ്നേഹം അപ്പോഴും കാണണമെന്നാണ്. അല്ല, അപ്പോൾ ഞാൻ 2 മാസം മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇറങ്ങി വരുന്നതിന്റെ മുന്നേ. അതായത് ഞാൻ സ്റ്റോറി ക്ലോസ് ഫ്രണ്ട്സിലൊക്കെ ഇടുമായിരുന്നു. അപ്പോൾ ഓരോരുത്തർ വന്ന് ഇതേപോലെ പറഞ്ഞ് അവൾ തേച്ചിട്ട് പോയോ എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം പബ്ലിക്കായിട്ട് ഇട്ടായിരുന്നു, സ്റ്റോറി മാത്രം പോസ്റ്റ് ഇടായിരുന്നില്ല. പിന്നെ ക്ലോസ് ഫ്രണ്ട്സിൽ ഇടാൻ തുടങ്ങി. അപ്പോൾ ഒരാൾക്കാരൊന്ന് ചോദിച്ചാൽ അവൾ തേച്ചിട്ട് പോയോ എന്ന്. അപ്പോൾ ഞാൻ ഒരു വീഡിയോ ഇട്ടായിരുന്നു, അടുത്ത ഡിസംബറിൽ സൈക്കോ കള്ളൻ ലൈറ്റ് ചെയ്ത് ഒക്കത്തിരിക്കുന്നു പറഞ്ഞിട്ട്. അത് പക്ഷേ ടൈം കറക്റ്റായില്ല, കാരണം അല്ല അങ്ങനെയല്ല, ഞാൻ ചുമ്മാ പറയണല്ലേ. അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഒരു കുഞ്ഞും കൂടി ആയി കഴിഞ്ഞാലോ? ഇപ്പോഴോ? പറഞ്ഞു മാത്രം. അല്ല, അതിനായിട്ടുള്ള ചെറിയ കൊച്ചാ. അത് നിനക്ക് അറിയാം, ചെറിയ കൊച്ചാന്ന്. പക്ഷെ സാഹചര്യം അതായിപ്പോയി, അതുകൊണ്ടാണ്. പിന്നെ എനിക്കൊരു ജോലിയുണ്ട്, പിന്നെ ആ ജോലി കൊണ്ടിട്ട് എല്ലാം നടക്കും. ഓ കുഴപ്പമില്ല, ഇതിനെ തീറ്റി പറ്റാതെ മതി. കുറച്ചൊക്കെ കഴിക്കല്ലേ. നീ വേറൊരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ടോ? മുകളിൽ വിമാനം, താഴെ ആ പറഞ്ഞ ആളാ ഇന്ന് ഒളിച്ചോടി വീഡിയോ എടുത്ത് പോലീസും പിടിച്ച്. അതൊക്കെ ജസ്റ്റ് കണ്ടന്റ്, അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളൂ. റീൽസ് ഞാൻ പറഞ്ഞില്ലേ, ആ വീഡിയോ ഫസ്റ്റത്തെ വീഡിയോ വൈറലായി, പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാന്ന് തോന്നി. ഞാൻ റീൽസ് ഇടണം അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടില്ല. ജസ്റ്റ് എന്നെ പഴയ തേച്ചിട്ട് പോയ അവള് കാണാൻ വേണ്ടിയിട്ട് മാത്രം ഒരു വീഡിയോ ഇട്ടു. ആ വീഡിയോ ആണെങ്കിൽ ക്ലിക്കായി, പിന്നെ അത് കണ്ടിന്യൂ ചെയ്ത്, അത്രേ ഉള്ളൂ. ഈ വീഡിയോ അവള് കണ്ടുകാണുമല്ലോ, പിന്നെ സന്തോഷമായി. എൻ്റെ +2 ഞാൻ നോക്കിയ പെൺപിള്ളേർ അവരൊക്കെ മെസ്സേജ് അയച്ച് പറയുന്നുണ്ട്, എല്ലാവരും പറയുന്നുണ്ട് ഈ വീഡിയോ കാണാത്തതായിട്ട് നാട്ടിൽ പോലും ആരുമില്ല. ചുമ്മാ ഇവളെ കൊണ്ട് സ്റ്റാൻഡിൽ പോയി കഴിഞ്ഞാൽ ഓരോരുത്തർ ഫോൺ എടുക്കും, എന്നിട്ട് സെർച്ച് ചെയ്യും. അവരല്ലേ
ഇങ്ങനെ നോക്കും. ഇപ്പം ഞാൻ ഇവിടെ വരുമ്പോഴും ഹോട്ടലിൽ കഴിക്കാൻ കയറി, അവിടെ ആണെങ്കിൽ ഒരു പിഴച്ച ഭക്ഷണം, എന്നിട്ട് അയാളെ ഞാൻ തെറി പറയാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ അയാൾ ഫോൺ എടുത്ത് തന്നിട്ട് നിങ്ങളല്ലെന്ന് ചോദിച്ചു. എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല. ഇതാണ് ആൾക്കാർ തിരിച്ചറിയുന്നുണ്ടല്ലോ. ഉണ്ട് നല്ല രീതിക്ക് ഇഷ്ടം പോലെ. അപ്പൊ അവരുടെ റെസ്പോൺസ് എങ്ങനെയാ നിങ്ങളോട്? അതിന് റെസ്പോൺസ് ചെയ്യാൻ ഞങ്ങൾ നിന്നു കൊടുക്കില്ല, നൈസായിട്ട് ഞങ്ങൾ നിന്നു. അതാണ് സത്യം. ആരോടും അങ്ങനെ സംസാരിക്കില്ല പെട്ടെന്ന്. നല്ലതാ. ഈ ഫുൾ 18+ കണ്ടന്റ് മാത്രം ഇടുന്നതിന്റെ ഇതെന്താ? അതാണ് കൂടുതൽ ഇപ്പോഴത്തെ ജനറേഷൻ കാണാൻ ആഗ്രഹിക്കുന്നത്. ഈ മറ്റേ അമ്മാവന്മാരൊക്കെ ഗുഡ് മോർണിംഗും അങ്ങനത്തെ ഓരോ സാമാനങ്ങളിട്ട് തന്നെ ആരും മൈൻഡ് ചെയ്യില്ല. ഇപ്പം ഇതിട്ട് കഴിഞ്ഞാൽ ആൾക്കാർ ഫുൾ ഇരുന്ന് കാണും. ജസ്റ്റ് അതിന് മാത്രമാണ് ഞാൻ കണ്ടൻറ്റായിട്ട് മാത്രമേ വീഡിയോ ഇടുന്നത്. റീലല്ല, ഒരിക്കലും റിയൽ ലൈഫ്. അത് വേറെ, ഇത് വേറെ. ഇപ്പോൾ റീൽസിൽ കാണുന്നത് പോലെ അല്ല സിബി. ഒരിക്കലും അല്ല. റിയൽ ലൈഫിൽ തെറി വിളിക്കാറുണ്ടോ അതുപോലെ? തെറി വിളിക്കാറുണ്ട്, പക്ഷെ അങ്ങനെ ഇതുപോലെ ചുമ്മാ അലമ്പായിട്ട് അങ്ങനെ. സോനയ്ക്ക് എത്ര തെറി വിളി കിട്ടിയിട്ടുണ്ട്? എന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല. ഈ സിബിൻ എന്ന് പറയുന്ന ഒരു ഹസ്ബൻഡ് എങ്ങനെയാണ് സോനയ്ക്ക്? സൊല്ലടി. എന്നാ പറയണ്ടേ? പറഞ്ഞോളൂ, സത്യമല്ല നീ വിളിച്ചു പറയും. കുഴപ്പമൊന്നുമില്ല, 4 ദിവസമല്ലേ ആയിട്ടുള്ളൂ. 2 വർഷമായിട്ട് പ്രേമിക്കല്ലോ. ആ സമയത്തുള്ള സിബിൻ എങ്ങനെയാ? എന്നെ ഇതുപോലെ അങ്ങനെ തെറിയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. കാര്യമായിട്ടാണ് റൊമാൻറ്റിക് ആണോ സിബി? അതും പറയാം. അവന് നാണം വരുന്നത് അത്യാവശ്യം. സോന എങ്ങനെയാണ് സിബി? ഇവന്താ ഈ റാസാത്തി അപ്പടിയല്ല சொல்லலாம். മലയാളം പറ. സോന എങ്ങനെ ഉണ്ടായിരുന്നു ഈ 2 വർഷം കൂടെ ഉള്ള ഒരു ലവ് സ്റ്റോറി? ഇതിനു മുന്നും ഒരുപാട് റിലേഷൻസ് ഉണ്ടായിരുന്നു. ഒരുപാട് അങ്ങനെയല്ല, സ്കൂളിൽ സ്കൂളിൽ അങ്ങനെ പുറകെ നടന്നു, അങ്ങനെ കുറെ ഉണ്ട്. ഈ കാര്യത്തിൽ സത്യം പറഞ്ഞ എനിക്ക് ഒരു സകലകല എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ഇത് തന്നെ ഇട്ടിട്ട് എന്തായാലും പോകത്തില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പൊ പിന്നെ കൂടെ കൂട്ടി. അപ്പൊ അന്ന് സോന സെറ്റ് ആയിരുന്നില്ലെങ്കിൽ നീ വേറെ നോക്കുമായിരുന്നു? അത് സംഭവിച്ചു പോയില്ലേ. സത്യം പറഞ്ഞ ഇവളാണ് എന്നെ വളച്ചത്. ശരിക്കും അത് ആദ്യം ആരായില്ല പറഞ്ഞേ? ഞാൻ. അവളാണ് വളച്ചതെന്ന് പറഞ്ഞു. അതല്ല, അങ്ങനെ സംസാരിച്ചു. ഈ സോനേനെ അടിക്കുന്ന ടൈമൊക്കെ നീ അറിയാറില്ലേ? അവള് പിറ്റേ ദിവസം വന്ന് പറയാറില്ലേ? അപ്പൊ നിന്റെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു അവളോട്? നീ ഇതൊന്നും സഹിച്ച് നിൽക്കണ്ട, ഇറങ്ങി വാന്നൊക്കെ തന്നെയായിരുന്നു? അല്ല, അങ്ങനെ ആയിരുന്നില്ല. എക്സാം എല്ലാം കഴിഞ്ഞ് വീട്ടില് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, അവളെ വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അവളെ ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞു. നീ ഡയറക്റ്റ് പോയി സംസാരിച്ചോ വീട്ടില്? നേരിട്ട് പോയി സംസാരിച്ചിട്ടില്ല. നേരിട്ട് പോയി ചിലപ്പോൾ തിരിച്ചു വരുന്നത് കയ്യും കാലും ഒടിഞ്ഞിട്ട്, അതുകൊണ്ട് അതിന് നിന്നിട്ടില്ല. ഫോണിൽ കൂടെ മാത്രം. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.